നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 2026 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം സമ്മാനിക്കണം എന്ന നിർദ്ദേശവുമായി പാകിസ്ഥാൻ സർക്കാർ രംഗത്ത്. കാശ്മീർ പ്രശ്നം പരിഹരിക്കാനുള്ള നിർദ്ദേശത്തെ മാനിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ട്രംപ് നടത്തിയ മികച്ച നയതന്ത്രവും നേതൃപാഠവും പരിഗണിക്കണമെന്നും പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചു. താൻ എന്തൊക്കെ ചെയ്താലും നോബലിന് പരിഗണിക്കില്ലെന്ന ട്രംപിന്റെ പരിഭവത്തിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ നീക്കം. പാകിസ്ഥാൻ സേനാ മേധാവി അസിം മുനീറിന് ഏതാനും ദിവസം മുമ്പ് വൈറ്റ് ഹൗസിൽ ട്രംപ് വിരുന്നൊരുക്കിയിരുന്നു. കൂടിക്കാഴ്ചയിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതിനിടെയാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ ട്വീറ്റ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ ട്രംപ് ഇടപെട്ടെന്നും കാശ്മീർ പ്രശ്നം പരിഹരിക്കാനുള്ള നിർദ്ദേശം മാനിക്കുന്നുവെന്നും ട്വീറ്റിൽ പറയുന്നു. ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ ട്രംപ് മധ്യസ്ഥത വഹിച്ചെന്ന വാദത്തെ കേന്ദ്ര സർക്കാർ തള്ളിയിരുന്നു. ഇരു രാജ്യത്തെയും സൈനിക മേധാവികൾ തമ്മിലാണ് ചർച്ച നടന്നതെന്നും പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് ആക്രമണം അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും കേന്ദ്രം പറയുന്നു. എന്നാൽ വ്യാപാര ബന്ധം മുൻനിർത്തി തന്റെ ഇടപെടലിലൂടെ വെടിനിർത്തൽ നിലവിൽ വന്നതെന്നാണ് ട്രംപിന്റെ വാദം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പുറമെ ഉഗാണ്ട ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇസ്രായേൽ, ഫലസ്തീൻ, റഷ്യ, യുക്രൈൻ സംഘർഷങ്ങളിലും താൻ സമാധാന ശ്രമങ്ങൾ നടത്തിയെങ്കിലും തന്നെ നോബലിന് പരിഗണിക്കാൻ ഇടയില്ലെന്നാണ് ട്രംപ് പറയുന്നത്. സാധാരണഗതിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനും സൈനിക നടപടികൾക്ക് പ്രേരിപ്പിക്കാതിരിക്കാനും സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നവരെയുമാണ് നോബലിന് പരിഗണിക്കാറുള്ളത്. എന്നാൽ പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെ നടക്കുന്ന സംഘർഷത്തിൽ അമേരിക്കയുടെ പങ്ക് വ്യക്തമാണെന്നത് ശ്രദ്ധേയമാണ്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് പിന്തുണ നൽകുന്നത് US ആണെന്നത് ആഗോളതലത്തിൽ പരസ്യമായ കാര്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ട്രംപിന് നോബൽ സമ്മാനിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നതിന് നേരെ വിമർശനം ശക്തമാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.